ഉസ്താദുമാരെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാഹിത്യോത്സവിൻ്റെ കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലായിടത്തും ഫാമിലി സാഹിത്യോത്സവം മുതൽ നാഷണൽ സാഹിത്യോത്സവം വരെ എത്തി നിൽക്കുന്ന ഈ സാഹിത്യോത്സവിൻ്റെ സെക്ടർ സാഹിത്യോത്സവിലാണ് നാം സമ്മേളിച്ചിരിക്കുന്നത്. സെക്ടർ സാഹിത്യോത്സവിൻ്റെ ഉദ്ഘാടന സംഗമത്തിലാണ് നാം ഉള്ളത്. സാഹിത്യോത്സവിൽ നമ്മുടെ വിദ്യാർത്ഥികൾ മാറ്റുരക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. അതിൽ ഒരു വിഷയം, ഒരു ഭാഗം പാട്ടുമായി ബന്ധപ്പെട്ടതാണ്. പ്രസംഗമായി ബന്ധപ്പെട്ടതും വരകളുമായി ബന്ധപ്പെട്ടതും എഴുത്തുമായി ബന്ധപ്പെട്ടതുമൊക്കെ ഈ ഒരു മത്സരത്തിൽ നമ്മൾ മാറ്റിവെക്കാറുണ്ട്. വിദ്യാർത്ഥികളുടെ സർഗശേഷികൾക്ക് അത് പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം കലാ മത്സരങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാര്യങ്ങളെ വിദ്യാർത്ഥികളിൽ അങ്കുരിപ്പിക്കുക, ചെറിയ മനസ്സുകളിൽ നല്ല നല്ല കാര്യങ്ങളെ ഇട്ടുകൊടുക്കുക എന്നൊരു നല്ല ഉദ്ദേശമാണ് SSF ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാട്ട് ആണെങ്കിൽ ഒരു പ്രത്യേക വിഭാഗമാണ്. എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ സംസാരിച്ച് ഒരു വിഷയം സംസാരിക്കുന്നതിനപ്പുറം 2 വരി പാട്ട് പാടിയാൽ അത് ചെറിയ മനസ്സുകളിലും ഒരു പരിധി വരെ വലിയ മനസ്സുകളിലൊക്കെ, വലിയ ആളുകളിലൊക്കെ അത് ഉൾക്കൊള്ളാൻ പറ്റും. ഉമ്മയെക്കുറിച്ച് ഒരു അരമണിക്കൂർ സംസാരിക്കുന്ന ഒരാൾ, ഒരു കുട്ടി സംസാരിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഉമ്മയെക്കുറിച്ച് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വരി പാട്ട് പാടിയാൽ ആ പാട്ടായിരിക്കും ആ കുട്ടിയുടെ മനസ്സിൽ ഉമ്മയെക്കുറിച്ചുള്ള ഒരു ചിത്രം ഉണ്ടാക്കുക. അങ്ങനെ ഓരോ വിഷയങ്ങളെക്കുറിച്ചും, എന്താണോ വിഷയം, മാപ്പിളപ്പാട്ടിൻ്റെ ഒരു പരിധി എന്ന് പറഞ്ഞാൽ കുറേ വിഷയങ്ങളിൽ മാപ്പിളപ്പാട്ടുകളുണ്ട്. എല്ലാ വിഷയങ്ങളും മാപ്പിളപ്പാട്ട് സംവദിച്ചു പോകാറുണ്ട്. മറ്റു പാട്ടുകളെ പോലെയല്ല. നാട്ടിൽ നടക്കുന്ന ആചാരങ്ങളും അനാചാരങ്ങളും നാട്ടു നടപ്പുകളും ഒക്കെ പാട്ടായിട്ടാണ് മാപ്പിളപ്പാട്ട് കാണാറുള്ളത്. മാപ്പിളപ്പാട്ട് ശാഖ അങ്ങനെയാണ്. കിസ്സകളും ചരിത്രങ്ങളും യുദ്ധചരിത്രങ്ങളും സമരചരിത്രങ്ങളൊക്കെ യഥേഷ്ടം മൊയ്മുട്ടിയടക്കമുള്ള ആളുകൾ പാട്ടാക്കിയത് ഈ ജനമനസ്സിൽ ഇത് പെട്ടെന്ന് അങ്കുരിപ്പിക്കാൻ കഴിയും എന്നൊരു വിശ്വാസം കൊണ്ടാണ്. ബദറൊന്നും നമ്മൾ പഴയ കാലത്തെ ആളുകളൊന്നും പള്ളി ദർസിൽ പോയിട്ട് ബദറിൻ്റെ ചരിത്രം പഠിച്ചവരല്ല. മൊയ്മുട്ടിയതിരുടെ ബദർ പടപ്പാട്ട്, അതിലെ പാട്ടുകൾ കേട്ടിട്ട് ബദറിൻ്റെ ചരിത്രം പഠിച്ചവരാണ്. ബദറുൽ ഹുദാ യാസീനൻ നബി ഹറജായം നേരം വളകൊടി മൂണ്ടെണ്ണം കേട്ടിട അതിലുണ്ട് അഭിയം വർണ്ണമതാം പിൻരണ്ടും അസ്വതുമാമേ. ബദറിനെ കുറിച്ച് ജനങ്ങളിലേക്ക് ആ ചരിത്രത്തെ എത്തിക്കാൻ മൊയ്മുട്ടിവൈദ്യർ രചിച്ച ബദർ കിസ്സപ്പാട്ട് മതി. പഴയ ആളുകളൊക്കെ അത്തരം പാട്ടുകൾ കേട്ടിട്ടാണ് ബദറിൻ്റെ ചരിത്രം പഠിച്ചിട്ടുള്ളത്. എല്ലാവരും ഉസ്താദന്മാരെ പോലെ പള്ളിയിൽ പോയി ഓതി പഠിച്ച് ബദർ പഠിച്ചവരല്ലല്ലോ. ബദറിൽ ആരൊക്കെ യുദ്ധം ചെയ്തു, ആരൊക്കെ ജഹീദായി എന്നൊക്കെ നാടൻ ആളുകൾക്ക്, സാധാരണ ജനങ്ങൾക്ക്, ഇപ്പോഴത്തെ പുതിയ ആളുകളല്ല, പഴയ ആളുകൾക്കൊക്കെ അറിയാം. കാരണം അത്തരം പാട്ടുകൾ കേട്ട് അതിൽ നിന്ന് ചരിത്രം പഠിച്ചവരാണ് അവരൊക്കെ. ഇപ്പോഴാണെങ്കിൽ വളരെ വ്യത്യസ്തമാണ്. നമ്മൾ കേൾക്കുന്ന റീൽസുകളൊക്കെയാണ് ഇപ്പോൾ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ റീൽസുകൾ കാണണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റീൽസ് കുട്ടികൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് മദഹ് ഗാനങ്ങളും ചരിത്ര ഗാനങ്ങളൊക്കെ റീൽസാക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് കാണട്ടെ, അങ്ങനെയെങ്കിലും റീൽസൊക്കെ ഉപകാരം ഉണ്ടാവട്ടെ. നല്ല കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്ത്, നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് പാടാനാണ്, നല്ല വിഷയങ്ങൾ സംബന്ധിച്ച് സംസാരിക്കാനൊക്കെ അവസരമുള്ളത് സാഹിത്യോത്സവമാണ്. പഴയ കാലത്തുണ്ടായിരുന്ന മാലപ്പാട്ടുകളൊക്കെ ഇപ്പോൾ
മത്സരങ്ങളായിട്ട് വരുന്നുണ്ട്. മാലപ്പാട്ടുകൾ വീടുകളിൽ പാടിയിരുന്ന ഒരു കാലം എൻ്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഒന്നും വീടുകളിൽ പാടുന്നില്ല, സാഹിത്യോത്സവം മാത്രമാണ്. ബിസ്മിയും ഹംദും സലാത്തും ബിന്നദീൽ പിന്നെ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. ഇത്തരം മാലകൾ നമ്മൾ കേട്ടിരുന്നത് പഴയ കാലത്ത് കേട്ടിരുന്നത് ഇപ്പോൾ കേൾക്കാൻ തുടങ്ങിയത് സാഹിത്യോത്സവങ്ങളിലാണ്. അല്ലാഹുവിന്റെ പേരും തുതിയും സലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത പേഗാമ്പർ അലം ഉടയവൻ ഏകൽ അരുളാലെ. ഇത്തരം മാലകളൊക്കെ യുവാക്കൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ യുവാക്കൾ കാണാൻ തുടങ്ങിയത്, പഠിക്കാൻ തുടങ്ങിയതൊക്കെ സാഹിത്യോത്സവത്തിൽ മത്സരം വന്നപ്പോഴാണ്. അപ്പോൾ മത്സരത്തിന് വേണ്ടിയിട്ടെങ്കിലും അത്തരം മാലകൾ പഠിച്ച് അവരൊക്കെ നല്ലൊരു സംസ്കാരത്തിലേക്ക് എത്തിപ്പെടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഉമ്മയെക്കുറിച്ച് ഒരു പാട്ട് പാടണമെങ്കിൽ, ഒരു പാട്ടാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് മനസ്സിലാവും.